ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്ക പണം ചെലവഴിച്ചു. നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കാൻ ജോ ബൈഡൻ ഭരണകൂടം ഇന്ത്യയിലേക്ക് ഡോളർ ഒഴുക്കിയെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത്. 2,10,00,000 ഡോളർ ഇന്ത്യയിൽ എത്തിച്ചുവെന്നാണ് ആ പ്രസ്താവന. രൂപയിലാക്കിയാൽ 180 കോടി രൂപ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 95 ലക്ഷം രൂപ വെച്ചാണെങ്കിൽ 189 മണ്ഡലത്തിലെ പ്രചാരണത്തിനുള്ള കാശേയുള്ളൂ. 180 കോടിയല്ല, ഇനി 1 രൂപ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ഗുരുതര പ്രശ്നമാണ്. സത്യം പറയട്ടെ, പരിശോധിക്കുന്നു, കോൺഗ്രസിന് അമേരിക്ക കാശ് കൊടുത്തു. ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ എന്ന അമേരിക്കയുടെ ഇന്ത്യയിലെ മുൻ സ്ഥാനപതി എഴുതിയ എ ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകമുണ്ട്. അതിൽ ഒരു ഖണ്ഡികയുണ്ട്. We had twice, but only twice, interfered in Indian politics to the extent of providing money to a political party in the face of prospective Communist Party victory in a state election, once in Kerala and once in West Bengal. Both times the money was given to the Congress party, which had asked for it. Once it was given to Mrs. Gandhi herself. അമേരിക്ക 2 തവണ കോൺഗ്രസിന് പണം കൊടുത്തു. ഒന്ന് കേരളത്തിലും ഒന്ന് ബംഗാളിലും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാനായി കോൺഗ്രസിനാണ് നൽകിയത്. കേരളത്തിലേക്കുള്ള പണം ഇന്ദിരാഗാന്ധി നേരിട്ടാണ് ഏറ്റുവാങ്ങിയതെന്നും മൊയ്നിഹാന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസിന് അമേരിക്കയിൽ നിന്ന് പണം കിട്ടുന്നത് പുത്തരിയല്ല. പക്ഷേ ഇത്തവണ ബൈഡൻ എങ്ങനെ പണം എത്തിച്ചു? അത് ആര് ഏറ്റുവാങ്ങി? അമേരിക്ക ഇപ്പോൾ പണം ചെലവഴിക്കുന്നത് തീർത്തും സ്വകാര്യമായിട്ടല്ല. USAID എന്ന സംവിധാനമുണ്ട്. ലോകത്തിന് അമേരിക്കൻ ജനതയുടെ സംഭാവന എന്നാണ് അത് അറിയപ്പെടുന്നത്. ക്ഷയരോഗം, എയ്ഡ്സ് മുതലായ രോഗങ്ങൾ തടയാനും ദാരിദ്ര്യ ലഘൂകരണത്തിനുമാണ് ഓരോ രാജ്യങ്ങളിലേക്കും ആ പണം എത്തുക. ഇന്ത്യക്ക് പണം നൽകാൻ ജോ ബൈഡൻ ധാരണയായത് കോൺഗ്രസുമായിട്ടല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടാണ്. 2021 സെപ്റ്റംബർ 24-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിലെത്തി ജോ ബൈഡനെ കണ്ടപ്പോഴായിരുന്നു ധാരണ. 400 കോടി ഡോളർ ആയിരുന്നു അന്നത്തെ വാഗ്ദാനം. ഈ പണം അമേരിക്കയുടെ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ വഴി നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പറയുന്ന തുക ഈ വകുപ്പിൽ വരുന്നതല്ല. സഹസ്ര കോടീശ്വരൻ ഇലോൺ മസ്കും പാലക്കാട് കുടുംബവേരുള്ള വിവേക് രാമസ്വാമിയും നയിക്കുന്നതാണ് അമേരിക്കയുടെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പ്. ആ സംവിധാനമാണ് ഫെബ്രുവരി 16-ന് ഒരു വിവരം പുറത്തുവിട്ടത്. അമേരിക്കയിൽ നിന്ന് സഹായം കിട്ടിയ രാഷ്ട്രങ്ങളുടെ പട്ടികയായിരുന്നു അത്. USAID വഴി നൽകിയ തുക. മൊസാംബിക്കിന് നൽകിയ 10 ദശലക്ഷം ഡോളറിൽ തുടങ്ങി 7ാമത്തെ പേരിലാണ് ഇന്ത്യ കടന്നുവരുന്നത്. വിവിധ രാജ്യങ്ങളിൽ രാഷ്ട്രീയ സംവിധാനം ശക്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പുകൾക്കുമായി 486 ദശലക്ഷം ഡോളർ അനുവദിച്ചുവെന്നാണ് പരാമർശം. അതിൽ 22 ദശലക്ഷം ഡോളർ മൊൾഡോവയിലേക്കും 21 ദശലക്ഷം ഡോളർ ഇന്ത്യയിലേക്കും നൽകിയെന്നാണ് പരാമർശം. ഇന്നത്തെ നിരക്കിലാണെങ്കിൽ 181 കോടി രൂപ വരും. ഇത് ഫോർ വാട്ടർ ടേൺ ഔട്ട് എന്നാണ് ആ കടലാസിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പോളിംഗ് ശതമാനം കൂട്ടാൻ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടണം. അല്ലെങ്കിൽ അമേരിക്കയുടെ ഇന്ത്യയിലെ സ്ഥാനപതി കാര്യാലയം സ്വന്തം നിലയ്ക്ക് പ്രചാരണം നടത്തണം. ഇത് രണ്ടും നടന്നിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള തെളിവുകൾ കാണിക്കുന്നത്. ഇതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് 2ാമത്തെ വെടിപൊട്ടിച്ചത്. ഇന്ത്യയിൽ മോദിയല്ലാതെ ഒരു ഭരണകൂടം അധികാരത്തിൽ വരാൻ ബൈഡൻ കാശ് മുടക്കിയെന്നായിരുന്നു ട്രംപ് വെളിപ്പെടുത്തിയത്. മിയാമിയിൽ നിക്ഷേപക സംഗമത്തിലായിരുന്നു ആ വെളിപ്പെടുത്തൽ. ആ ലക്ഷ്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് 21 ദശലക്ഷം ഡോളർ അഥവാ 181 കോടി രൂപ നൽകിയെന്നായിരുന്നു ട്രംപ് തുറന്നു പറഞ്ഞത്. ഇതോടെ കഥയാകെ മാറി. മസ്കിനും ട്രംപിനും തെറ്റിപ്പോയതാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അന്വേഷണാത്മക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. നൽകിയത് 29 ദശലക്ഷം ഡോളർ ആണെന്നും അത് ലഭിച്ചത് ബംഗ്ലാദേശിലാണെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത ആദ്യ നിമിഷം തന്നെ സംശയത്തിലായി. എന്തുകൊണ്ടെന്നാൽ മസ്ക് പ്രസിദ്ധീകരിച്ച കണക്കിൽ തന്നെ 29 ദശലക്ഷം ഡോളർ ബംഗ്ലാദേശിൽ ചെലവഴിച്ചത് പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യക്ക് പണം നൽകിയതിന് തൊട്ടു താഴെയായി 8ാമത്തെ ഇനമായി തന്നെ ബംഗ്ലാദേശിന് നൽകിയതും രേഖപ്പെടുത്തി. അമേരിക്കയാണ് ഭരണം അട്ടിമറിച്ചത് എന്ന് ഷെയ്ഖ് ഹസീന ആരോപിച്ചതിനുള്ള തെളിവ് കൂടിയായിരുന്നു അത്. അമേരിക്ക നൽകി എന്ന് ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ എഴുതിയ പണം ഉപയോഗിച്ച് കേരളത്തിലെ EMS സർക്കാരിനെ വീഴ്ച പോലെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെയും ഓടിച്ചു എന്നാണ് സ്ഥിരീകരണമായത്. ഇത്രയും പറഞ്ഞ് ഇന്ത്യയിലെ കോൺഗ്രസിനെ എയറിൽ നിർത്തുകയല്ല ട്രംപ് ചെയ്തത്. പിറ്റേന്നും പറഞ്ഞത് ആവർത്തിച്ചു. 21 ദശലക്ഷം ഡോളർ ഇന്ത്യയിലേക്ക് ബൈഡൻ അയച്ചത് തന്നെ എന്നാണ് ആവർത്തിച്ചുള്ള തുറന്നു പറച്ചിൽ. പണം എങ്ങനെ അയച്ചുവെന്നോ എങ്ങനെ ഇന്ത്യയിൽ എത്തിയെന്നോ ഇവിടെ എങ്ങനെ ചെലവഴിച്ചുവെന്നോ പറയുന്നില്ല.
കേരളത്തിലെയും ബംഗാളിലെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ അട്ടിമറിക്കാൻ അയച്ചു എന്ന് പറയുന്ന പണം ഏറ്റുവാങ്ങിയവരുടെ പേരുകൾ മൊയ്നി ഖാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള പണം ഇന്ദിരാഗാന്ധിക്ക് നേരിട്ടും പശ്ചിമ ബംഗാളിലേക്കുള്ള പണം മുംബൈയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ് ശങ്കർ റേയ്ക്കും നൽകിയെന്നാണ് മൊയ്നി ഖാൻ പറഞ്ഞത്. ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക പണം ചെലവഴിച്ചു എന്നതിന് ഇപ്പോൾ 2 തെളിവാണുള്ളത്. ഒന്ന്, അമേരിക്കയുടെ ഭരണകാര്യക്ഷമതാ വകുപ്പ് പുറത്തുവിട്ട രേഖ. രണ്ടാമത്തേത്, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 വട്ടം ആവർത്തിച്ചു നടത്തിയ പ്രസ്താവനകൾ. ഇന്ത്യ പോലെ വിശാലമായ രാജ്യത്ത് 181 കോടി രൂപ കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കഴിയില്ല. അത് 189 മണ്ഡലങ്ങളിലെ സാധാരണ പ്രചാരണത്തിനുള്ള പണം മാത്രമാണ്. അമേരിക്ക ഇത്രയും കുറഞ്ഞ തുക കൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യം ഒരു വശത്ത്. ആ പണം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗുണഭോക്താവ് ഉണ്ടാകണം. അതാരാണ് എന്ന ചോദ്യം മറുവശത്ത്. ഇതിനൊക്കെ അപ്പുറം ഒരു വസ്തുതയുണ്ട്. ഈ പണം അമേരിക്ക യഥാർത്ഥത്തിൽ ചെലവഴിച്ചതാണെങ്കിൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള കൈകടത്തലാണ്. പൗരന്മാരെ ചങ്ങലക്കിട്ടുകൊണ്ടുവന്നപ്പോൾ പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത രാഷ്ട്രം ഇക്കാര്യത്തിൽ എന്തു നടപടി എടുക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. നമസ്കാരം.